ഓം നമഃ ശിവായ. ആദ്യം തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക്, ഷെയർ, കമന്റ് കൂടി ചെയ്യുക. ഈ രാശിക്കാരുടെ ജീവിതത്തിലേക്ക് അളവറ്റ സൗഭാഗ്യങ്ങളുമായി മഹാലക്ഷ്മി കടന്നുവരുന്നു. ഗ്രഹങ്ങളുടെ രാശിമാറ്റം ജ്യോതിഷത്തിലെ വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. കാരണം രാശിമാറ്റങ്ങളിലൂടെയാണ് പലവിധ യോഗങ്ങളും അതുപോലെ തന്നെ ദോഷങ്ങളും ഉണ്ടാകുന്നത്. ഒരേ രാശിയിൽ തന്നെ ഒന്നിലധികം ഗ്രഹങ്ങൾ വരുന്നതിലൂടെ ഗ്രഹസംയോഗങ്ങൾ ഉണ്ടാകുന്നു. അതുകൊണ്ട് ശുഭമോ അശുഭമോ ആയ യോഗങ്ങൾ രൂപം കൊള്ളുകയും ചെയ്യുന്നു. ശുഭകരമായ രാജയോഗങ്ങളിൽ അതിവിശിഷ്ടമാണ് മഹാലക്ഷ്മി യോഗം. മഹാലക്ഷ്മി യോഗം എന്നത് ഗ്രഹനിലയിൽ ചന്ദ്രനും ചൊവ്വയും അടുത്തടുത്ത ഭാവങ്ങളിൽ വരുമ്പോഴാണ് മഹാലക്ഷ്മി യോഗം രൂപം കൊള്ളുന്നത്. ഇതുകൂടാതെ ഗ്രഹനിലയിലെ 2, 9, 10, 11 ഭാവങ്ങളിൽ ഈ 2 ഗ്രഹങ്ങളുടെയും സംയോഗം നടക്കുകയാണെങ്കിലും മഹാലക്ഷ്മി യോഗം ഉണ്ടാകും. പ്രധാനമായും സാമ്പത്തിക നേട്ടങ്ങളാണ് ഈ യോഗഫലമായി ഉണ്ടാകുന്നത്. അതേസമയം പ്രതികൂല ഭാവങ്ങളിലാണ് ഈ യോഗം രൂപമെടുക്കുന്നതെങ്കിൽ അതുമൂലം ദോഷങ്ങളും ഉണ്ടാവാം. ഗ്രഹങ്ങളുടെ സേനാപതി എന്നറിയപ്പെടുന്ന ചൊവ്വ മേടം രാശിയിലേക്ക് കടക്കുകയാണ്. നിലവിൽ മേടം രാശിയിൽ ചന്ദ്രനുമുണ്ട്. അങ്ങനെ ചൊവ്വയുടെയും ചന്ദ്രന്റെയും സംയോഗത്തിലൂടെ മഹാലക്ഷ്മി യോഗം രൂപം കൊള്ളുകയാണ്. ചില രാശികൾക്ക് ഈ രാജയോഗം വളരെയധികം ശുഭകരമായി തീരും. ഈ യോഗത്തിലൂടെ ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ സമ്പത്തും ഐശ്വര്യവും അംഗീകാരവും ലഭിക്കുന്നു. രാജയോഗത്തിന്റെ നേട്ടങ്ങൾ ഇവർക്കാണ്. ഈ ഭാഗ്യം ഏതൊക്കെ രാശിക്കാണെന്ന് നോക്കാം. ആദ്യത്തെ രാശി മേടം ആണ്. മേടം രാശിക്കാർക്ക് മഹാലക്ഷ്മി യോഗം വളരെയധികം ഗുണകരമായിരിക്കും. ഈ കാലയളവിൽ തന്നെ ധാരാളം പണം സമ്പാദിക്കാൻ ഇവർക്ക് സാധിക്കും. ഇവരുടെ ജോലിസ്ഥലത്ത് ഉദ്യോഗസ്ഥരുടെ പ്രശംസ നേടാനും സഹപ്രവർത്തകരുടെ ബഹുമാനവും ആദരവും നേടാനും ഇടയുണ്ടാവും. കഠിനാധ്വാനത്തിലൂടെയും പ്രയത്നത്തിലൂടെയും പണം സമ്പാദിക്കാൻ ഇവർക്ക് കഴിയും. ബിസിനസ് ചെയ്യുന്നവർക്ക് ലാഭം ഉണ്ടാവും. ബിസിനസ്സിൽ ഉയർന്നുവരികയും ചെയ്യും. നിക്ഷേപങ്ങളിൽ നിന്ന് ലാഭമുണ്ടാക്കാൻ സാധിക്കും. സാമ്പത്തികമായി ഉയർന്നുവരും. സാമ്പത്തിക തടസ്സങ്ങൾ മാറിക്കിട്ടും. മിഥുനം ആണ് അടുത്ത രാശി. മിഥുനം രാശിക്കാർക്ക് മഹാലക്ഷ്മി രാജയോഗത്തിലൂടെ കരിയറിലും സാമ്പത്തിക കാര്യങ്ങളിലും ആരോഗ്യത്തിലും പുരോഗതിയുണ്ടാകും. പിന്നീട് ഇവർ കരിയറിൽ ചെയ്യുന്ന ജോലികളിൽ സംതൃപ്തിയുണ്ടാകും. എങ്കിലും വളർച്ച ലക്ഷ്യമിട്ട് ജോലി മാറുന്നതിനെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങും. പണവുമായും സാമ്പത്തിക നേട്ടവുമായും ബന്ധപ്പെട്ട് എടുക്കുന്ന തീരുമാനങ്ങൾ മികച്ചതായിരിക്കും. ഈ കാലയളവിൽ ചിലവുകൾ കുറയും. പഴയ നിക്ഷേപങ്ങളിൽ നിന്നും ലാഭം കൈവരുന്നതോടെ സാമ്പത്തിക സ്ഥിതി വളരെ അധികം മെച്ചപ്പെടുന്നതാണ്. ഈ രാശിക്കാർക്ക് പാരമ്പര്യ സ്വത്തുക്കൾ കൈവശം വന്നുചേരാനുള്ള ഗോയമുണ്ട്. ഇവർ കഠിനാധ്വാനം ചെയ്യുന്നത് ഫലം കാണും. വരുമാനം വർദ്ധിക്കും. സാമ്പത്തിക പുരോഗതിയുണ്ടാകും. പങ്കാളിയുമായുള്ള ബന്ധം മെച്ചപ്പെടും. കാര്യമായ അസുഖങ്ങളൊന്നും ഈ കാലയളവിൽ ഇവർക്ക് ഉണ്ടാകില്ല. കർക്കിടകം ആണ് അടുത്ത രാശി. കർക്കിടകം രാശിക്കാർക്ക് മഹാലക്ഷ്മി രാജയോഗം വളരെയധികം ഗുണം ചെയ്യും. ഇവർക്ക് ഭാഗ്യത്തിന്റെ പിന്തുണയുണ്ടാകും. പൊതുവെ എല്ലാ കാര്യങ്ങളിലും സംതൃപ്തിയുണ്ടാകും. മികച്ച ഫലങ്ങൾ ലഭിക്കും. ജോലിസ്ഥലത്ത് മേലുദ്യോഗസ്ഥരുടെ വിശ്വാസവും പ്രശംസയും നേടാൻ കഴിയും. സഹപ്രവർത്തകർക്ക് നിങ്ങളിൽ ബഹുമാനവും ആദരവും ഉണ്ടാവും. അടുത്ത രാശി ചിങ്ങമാണ്. ചിങ്ങം രാശിക്കാർക്ക് മഹാലക്ഷ്മി രാജയോഗത്തിലൂടെ നേട്ടങ്ങളുണ്ടാവും. പുതിയ ആളുകളെ പരിചയപ്പെടാനും പുതിയ ബന്ധങ്ങൾ വളർത്താനും സാധിക്കും. എല്ലാ കാര്യങ്ങളിലും സുഹൃത്തുക്കളുടെ പിന്തുണ ഉണ്ടാവും. കരിയറിൽ കഠിനാധ്വാനത്തിന്റെ ഫലമായി സമാനതകളില്ലാത്ത വിജയം നേടാൻ കഴിയും. സാമ്പത്തിക അഭിവൃദ്ധിയും ഈ കാലയളവിൽ ഉണ്ടാകും. വരവ് കൂടുന്നതിനാൽ പണം സമ്പാദിക്കാൻ ഇടയുണ്ടാവും. ദാമ്പത്യ ജീവിതം കൂടുതൽ ദൃഢമാവും സുന്ദരസുരഭിലമാകും. പങ്കാളിയുമായി ചെറിയ യാത്രകൾ പോകാനിടയുണ്ടാവും. ഈ കാലയളവിൽ ആരോഗ്യം മെച്ചപ്പെടുന്നതാണ്. തുലാം ആണ് അടുത്ത രാശി. മഹാലക്ഷ്മി യോഗത്തിന്റെ നേട്ടം തേടിയെത്തുന്ന മറ്റൊരു രാശിയാണ് തുലാം രാശി. തുലാം രാശിക്കാർക്ക് ഈ കാലയളവിൽ വലിയ വിജയങ്ങൾ ഉണ്ടാകും. എല്ലാ പ്രയത്നങ്ങളും ഫലം കാണും. കരിയറിൽ വളരെ മികച്ച നേട്ടങ്ങൾ കൈവരിക്കും. മേലുദ്യോഗസ്ഥരുടെ പ്രശംസ നേടും. ഇവർക്ക് പുതിയ തൊഴിലവസരങ്ങൾ തേടിയെത്തും. ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കും. സാമ്പത്തികവും മെച്ചപ്പെടും. ധനത്തിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. പാരമ്പര്യ സ്വത്തോ പ്രതീക്ഷിക്കാത്ത ശ്രേയാതസ്സുകളിൽ നിന്ന് വരുമാനമോ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ബിസിനസ്സുകാർക്ക് ബിസിനസ് വളർത്താൻ സാധിക്കുകയും അതുവഴി വലിയ ലാഭമുണ്ടാക്കാനും ഉചിതമായ സമയമാണ് ഇത്. ഇവരുടെ ആരോഗ്യം മെച്ചപ്പെടും. ധനു ആണ് അടുത്ത രാശി. ധനുരാശിക്കാർക്ക് അവരുടെ ആഗ്രഹങ്ങൾ പൂർത്തിയാക്കാൻ സാധിക്കും. ഈ രാശിക്കാർ വിചാരിച്ച കാര്യങ്ങൾ യാഥാർത്ഥ്യമാക്കുന്നതാണ്. കരിയറിലും പോസിറ്റീവ് ആയ മാറ്റങ്ങൾ ഉണ്ടാകും. സന്തോഷവും സമാധാനവും ലഭിക്കും. ബിസിനസ് ചെയ്യുന്നവർക്ക് ലാഭവും ഉണ്ടാകും.
അവർ വിജയിക്കുകയും ചെയ്യും. ജോലി ഉപേക്ഷിച്ച് ബിസിനസ് തുടങ്ങാൻ ആലോചിക്കുന്നവർക്ക് അതിന് അനുകൂലമായ സമയമാണ് ഇത്. ഭാഗ്യത്തിന്റെ തുണയോടെ ഈ കാലയളവിൽ സാമ്പത്തികമായി അഭിവൃദ്ധിപ്പെടുന്നതാണ്. സമ്പാദ്യം ഉണ്ടാവും. പങ്കാളിയുമായി വിശ്വസ്തതയാർന്ന ഒരു ബന്ധം ഉണ്ടാവും. പങ്കാളിയുടെ പിന്തുണ ഉണ്ടാവും.